മദ്യവർജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. പ്രധാനമായും BJP ആയാലും UDF ആയാലും ആരായുന്നത് ആ ചോദ്യമാണ്. കാരണം കൂടുതൽ ബാറുകളുടെ എണ്ണം കൂട്ടി, ഇനി ഡ്രൈ ഡേ എടുത്ത് മാറ്റി IT പാർക്കുകളിൽ മദ്യശാലകൾ അല്ലെങ്കിൽ ബാറുകൾ തുടങ്ങി, അങ്ങനെയാണോ മദ്യവർജനം? മദ്യം ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിൽ രണ്ടുപേരാണ്. ഒന്ന് നമ്മുടെ എല്ലാവരുടെ ആരാധനായ നേതാവ്, കോൺഗ്രസ്സുകാരുടെ പ്രത്യേകിച്ചും മഹാത്മാഗാന്ധി, പിന്നെ ശ്രീനാരായണ ഗുരു. ഇവരുടെ രണ്ടുപേരുടെ ശിഷ്യന്മാര് ചെയ്യുന്ന ഇത് തന്നെയാണ്. കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം കോൺഗ്രസ്സുകാരെന്നല്ല ഭരിച്ചിരുന്നത്. ഇപ്പോഴാണല്ലോ മറ്റു പല പാർട്ടികളും. പിന്നെ കേരളത്തിൽ SNDPയുടെ നേതൃത്വവും എല്ലാം ചെയ്യുന്നത് അവര് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് എങ്ങനെയൊക്കെ മദ്യക്കച്ചവടക്കാർ മൊത്തം പണ്ട് SNDPക്കാരായിരുന്നു. ഇപ്പോഴാ കുറെ മാറ്റം വന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പറയുന്ന മദ്യവർജനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മദ്യ നിരോധനമല്ല, പരമാവധി ചെറുപ്പക്കാരിലും മറ്റു മദ്യം ഉപയോഗിക്കുന്നതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തി മദ്യത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കുക. അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യവർജനം എന്ന് വെച്ചാൽ ബോധവൽക്കരണം മാത്രമായിരിക്കും. ബോധവൽക്കരണം പരമാവധി മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുക, അതാണ് മദ്യവർജനം. ശരിയാണ് ശ്രീ ധനാവതി വേണു പറഞ്ഞ് ശരിയാണ്. കൂടുതൽ ബാറുകൾ അനുവദിക്കുമ്പോൾ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അത് ശ്രീ PR പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇന്ന് ബാർ മുതലാളിമാര് പ്രധാനമായിട്ട് നേരിടുന്ന ഒരു വെല്ലുവിളി, പല ബാറുകളിലും അവർക്ക് ഈ മാസത്തിൽ അടയ്ക്കാനുള്ള പണം കിട്ടുന്നില്ല. ഇപ്പൊ 32 ലക്ഷം രൂപ കാണ്ടാണെന്ന് ഒരു വർഷത്തിന് അടയ്ക്കുന്നത്. അപ്പൊ ആ ലൈസൻസ് ഫീ പോലും കിട്ടാത്ത, എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് പോലും കിട്ടാതെ പോകുന്ന ചില ബാറുകളുണ്ട്. ചില ബാറുകൾ നല്ല കച്ചവടം നടക്കുന്നത്. എന്റെ താലൂക്കായ കരുനാഗപ്പള്ളി താലൂക്കിലെ ടൗണിൽ തന്നെ ഇപ്പോൾ 4 ബാറ്, പണ്ട് ഒരു ബാറേ ഉണ്ടായി. ഇപ്പോൾ കുടിയന്മാര് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. പിന്നെ അതിന് സിവിൽ സപ്ലൈസ് വരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം, 1-ാം തീയതി ഡ്രൈ ഡേ, അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. സാമ്പത്തികമായിട്ട് കുടിയന്മാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ഇരട്ടി നഷ്ടമാണ്. എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ തലേന്ന് കൂടുതൽ പേരും സ്ഥിരം മദ്യപിക്കുന്നവരെല്ലാവരും തലേന്ന് തന്നെ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വെക്കും. അങ്ങനെ വാങ്ങിക്കാത്തവര് ഇരട്ടി വില കൊടുത്ത 1-ാം തീയതി സാമ്പത്തിക നഷ്ടം മാത്രം നോക്കിയാൽ മതിയോ എന്നാണ് ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് ആ ഡ്രൈ ഡേ കൊണ്ട് ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുള്ളതല്ലാതെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ല. ഗവൺമെന്റ് എന്തിനാ അത് ചെയ്തത്? ഉദ്യോഗസ്ഥന്മാരിൽ നല്ലൊരു ശതമാനം മദ്യപാനികളുണ്ട്. അവർ 1-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ അവർ മദ്യപിക്കാതെ ഈ പണം അവരുടെ വീട്ടിലെത്തണം. ആ ഒരു ഉദ്ദേശമായിരുന്നു അത് ചെയ്തത്. പക്ഷെ അത് ദോഷമാണ് ചെയ്തിരിക്കുന്നത്. അതിന് അവര് പണ്ട് 500 രൂപയ്ക്ക് വാങ്ങിക്കുന്ന മദ്യത്തിന് ആ ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ 1000 രൂപ 1500 രൂപ കൊടുത്ത് വാങ്ങിക്കും. കാര്യം ദിവസേന മദ്യം കഴിച്ച് ശീലിച്ചവർക്ക് പ്രാണവായു പോലെയാണ്. അവർക്കിത് കഴിച്ചില്ലെങ്കിൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ 12 ദിവസമാണ് ഡ്രൈ ഡേ പുതിയതായിട്ടുള്ളത്. ആ 12 ദിവസം കൊണ്ട് ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നുള്ളതല്ലാതെ ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഞങ്ങളല്ല. 2003 നിരോധിച്ചതിന് ശേഷം 2011 വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ശ്രീ MM ഹസൻ കൺവീനറായിട്ടിരുന്ന ആർവാലക്ഷ്മണിലേക്ക് ഉണ്ടായിരുന്ന ആ കമ്മിറ്റി ഇത് ശുപാർശ ചെയ്തതാണ്. പിന്നെ PR പറഞ്ഞ ഒരു കാര്യം, അന്നൊരു ശുപാർശയിലുണ്ടായിരുന്നു, സിവിൽ സപ്ലൈസ് വഴി ആൽക്കഹോൾ വീണ്ടും കൊടുക്കണം. കാര്യം ഏറ്റവും നല്ലത് ശാസ്ത്രം അറിയാവുന്നവർക്കറിയാം, നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന മദ്യം എന്ന് പറയുന്നത് റമ്മും വിസ്കിയും ബ്രാൻഡിയുമാണ്, വാറ്റുചാരായമല്ല. കാരണം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വാറ്റുചാരായത്തിൽ പിന്നീട് ബ്ലെൻഡിങ് ആൻഡ് ഫ്ലേവറിങ് എന്ന് പറയുന്ന 2 പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലാണ് ഈ ഗുണവും മണവും നിറവും എല്ലാം വരുന്നത്. ആ ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് പലർക്കും ഇൻഡസ്ട്രിയിൽ കരൾ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും അതാണ് പഴയ ആൾക്കാർ പറയുന്നത് ചാരായമാണ് ഏറ്റവും നല്ലതെന്ന്. അത് ആരോഗ്യത്തിന് ഏറ്റവും ഹാനികരമായി കുറഞ്ഞ സാധനം ചാരായമാണ്. ഇങ്ങനെയുള്ള ലിക്കർ അത് പല ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഇറങ്ങുന്നു. അപ്പോൾ ഈ ഡ്രൈ ഡേ കൊണ്ടോ ഇങ്ങനെയുള്ള മദ്യനിരോധനം അല്ലെങ്കിൽ പരിപൂർണമായി നിരോധിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിരോധിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്താ ചെയ്തത്? 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് നിലനിർത്തി. അവിടെ അതാണ് 5 സ്റ്റാർ ഹോട്ടൽ. അത് കേരളത്തിൽ 23-27 എണ്ണേ ഉള്ളൂ. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് നിലനിർത്തി. അല്ല അദ്ദേഹം പരിപൂർണമായിട്ട് നിരോധിക്കുകയല്ല ചെയ്തത്. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് നിലനിർത്തിക്കൊണ്ട് ഇനി മുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഞങ്ങൾ ബാർ അനുവദിക്കും എന്ന് പറഞ്ഞു. അന്ന് കൊല്ലം ജില്ലയിൽ ഒരേ ഒരു 5 സ്റ്റാർ ഹോട്ടലേ ഉള്ളൂ, കൊല്ലത്തിന് ബീച്ച് ഓർക്കിഡ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അന്ന് ലക്ഷക്കണക്കിന് രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 100 രൂപയ്ക്ക് മദ്യപിക്കുന്നതിന് 500 രൂപ കൊടുക്കേണ്ടി വരുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ. ഉമ്മൻചാണ്ടി ഏതാണ് 5 സ്റ്റാർ അല്ലാതെ ഉമ്മൻചാണ്ടി പരിപൂർണമായിട്ട് ബാർ നിർത്തലാക്കുകയല്ല ചെയ്തത്. അപ്പോൾ മറ്റ് 3 സ്റ്റാറുകളും 4 സ്റ്റാറുകളും ഇനി ലിക്കർ കിട്ടണമെന്നുണ്ടെങ്കിൽ 5 സ്റ്റാറിലേക്ക് മാറണം. അതായിരുന്നു അവിടെ ചെയ്തത്. അപ്പോൾ അതും കൂടുതൽ ജനങ്ങളിലേക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ പരിപൂർണമായിട്ട് 212 ബാറുകൾ നിർത്തലാക്കിയല്ലേ ചെയ്യും. അദ്ദേഹം അത് ചെയ്തെങ്കിൽ ശരിയാണ്. അപ്പൊ അവിടെ എന്താ ചെയ്തത്? അത് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. ഉന്നതന്മാർക്ക് മദ്യപിക്കുന്ന ബാറിലേക്ക് സാധാരണക്കാരനും കൂലിക്കാരനും എല്ലാം ആ 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് ഉന്നത വില കൊടുത്ത് മദ്യം വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു.
അപ്പോൾ ആന്റണി കൊണ്ടുവന്ന നിയമവും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് ദോഷം ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. സാധാരണക്കാരൻ മദ്യപിക്കുന്നു, ടൂറിസ്റ്റ് സപ്ലൈസിൽ പോകുന്നു, മദ്യപിച്ച് ശീലിച്ചവൻ മദ്യപിച്ചുകൊണ്ടേയിരിക്കും. ഇത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ വ്യാജച്ചാര പ്രശ്നം ഉണ്ടാവും. ശ്രീ PR പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ശരിയാണ്, ലഹരി മരുന്ന്. ഈ ലഹരി മരുന്ന് കേരളത്തിൽ MDMA തുടങ്ങിയ ഏറ്റവും ഹാനികരമായ ലഹരി മരുന്ന് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നു. ഞാൻ ശ്രീ PR ചോദിക്കുകയാണ്, കേരളത്തിൽ ഇതിന്റെ ഉൽപാദനമില്ല. ഇത് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് എവിടെ നിന്നാണ്? ഒന്നുകിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്ന ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്ന രാജ്യത്ത് വരുന്നതാണ്. അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞ് ഈ ഉപയോഗിക്കുന്ന രാസലഹരികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയേണ്ടത്. ഈ ലഹരി മരുന്നുകൾ വിദേശത്തു നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതിന്റെ ഉൽപ്പാദനത്തെ കുറിച്ച് പറയുന്നില്ല. പിടിക്കപ്പെട്ട ഇപ്പോഴും പിടിച്ചല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കെനിയക്കാരനെ പിടിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല പേരുകളിൽ ഇന്ത്യയിലേക്ക് രാസലഹരികൾ വരുന്നു. കഞ്ചാവ് ഹെറോയിനുമല്ല,